അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് റെക്കൺസിലിയേഷൻ ചെയ്യുമ്പം വരുന്ന യൂഷ്വലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പതുക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പം നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് ഉണ്ടാവും, പാസ് ബാലൻസ് ഉണ്ടാവും. അപ്പം ഇത് രണ്ടും ബാലൻസ് നമുക്ക് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. ഇത് നമ്മൾ ടാലി ആക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തൊക്കെയായിരിക്കും യൂഷ്വലി ഈ ഡിഫറൻസിൻ്റെ കാരണങ്ങൾ? നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. SN നമ്പർ, പെർട്ടിക്കുലേഴ്സ്, ബാലൻസ് ആസ് പെർ. നമുക്ക് ആദ്യം ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പം ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഇതെന്താ? പോസിറ്റീവ് ബാലൻസ് ആണെന്ന് വിചാരിച്ചോ. അതായത് ഡെബിറ്റ് ബാലൻസ് ആണ് ക്യാഷ് ബുക്കിന്, പോസിറ്റീവ് ബാലൻസ് ആണ് വിചാരിക്കുക നമുക്ക് ക്യാഷ് ബുക്കിന് തന്നിരിക്കുന്നത്. ആദ്യത്തെ റീസൺ തന്നിരിക്കുന്നത് എന്താണ്? ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റ്. ഇതാണ് ഒരു സിനാരിയോ. ഇതെന്താ സംഭവം? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് എൻറ്റിറ്റിയാണ്. നമുക്ക് കുറേ സപ്ലയേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് ഇങ്ങോട്ട് സപ്ലയേഴ്സ് സാധനങ്ങൾ, റോ മെറ്റീരിയൽസ് തന്നു. പക്ഷെ നമ്മൾ പൈസ കൊടുക്കാനുണ്ട് അവർക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിൽ ചെക്ക് ഉണ്ട്. നമ്മൾ ചെക്ക് ബുക്കിൽ ചെക്ക് എഴുതിയിട്ട് ചെക്ക് അവർക്ക് കൊടുത്തു, ചെക്ക് ഇഷ്യൂ ചെയ്തു. ഈ സപ്ലയേഴ്സ് ഈ ചെക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്ത് ആ ചെക്ക് എൻക്യാഷ് ചെയ്ത് വരുമ്പോഴേ അവിടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകത്തുള്ളൂ അല്ലേ? പക്ഷേ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു എൻട്രി പാസ് ചെയ്യും. എന്താണ്? നമ്മൾ ആ സപ്ലയറിനെ റിവേഴ്സ് ചെയ്യില്ലേ? ആ സപ്ലയർ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്ററാണ്. ആ ക്രെഡിറ്ററിനെ നമ്മൾ ഓൾറെഡി റിവേഴ്സ് ചെയ്യും. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി എന്നുള്ള രീതിയിൽ നമ്മുടെ ബുക്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും, ക്യാഷ് ബുക്കിൽ അല്ലേ? അപ്പോൾ ഈ സിനാരിയോയിൽ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, ക്യാഷ് ബുക്ക് ബാലൻസ് കുറയും. പൈസ പോയി എന്നുള്ള രീതിയിലല്ലേ? അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു കിടക്കുമായിരിക്കും. പാസ്ബുക്കിലോ അതിൻ്റെ എഫക്റ്റ് വന്നിട്ടുമില്ല. കാരണം ചെക്ക് എൻക്യാഷ് അവരുടെ ബാങ്കിൽ നിന്ന് ചെക്ക് എൻക്യാഷ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പാസ്ബുക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫിഗർ ആഡ് ബാക്ക് ചെയ്യണം അല്ലേ? ഇതാണ് ഒരു സിറ്റുവേഷൻ. അടുത്ത നമുക്ക് നോക്കാം. ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് yet cleared or collected by bank. ഇതെന്താ? ഇതിൻ്റെ നേരെ റിവേഴ്സ് സിനാരിയോ ആണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ സാധനം വെക്കുമ്പോൾ ഇവർ നമുക്ക് പൈസ തരും. അപ്പോൾ ഇവർ പൈസ തരുന്നതിന് പകരം ഇവരെന്ത് ചെയ്തു? ഒരു ചെക്ക് നമുക്ക് തന്നു. ഈ ചെക്ക് നമ്മൾ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ആയി കഴിഞ്ഞാലാണ് ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകത്തുള്ളൂ, ബാങ്കിൽ കയറത്തുള്ളൂ ആ പൈസ. പക്ഷേ ആ ചെക്ക് കിട്ടുമ്പോൾ തന്നെ ആ കസ്റ്റമർ കസ്റ്റമറിനെ റിവേഴ്സ് ചെയ്ത് കളയണ്ടേ അവരുടെ അക്കൗണ്ട്? കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെപ്റ്ററാണ് അവർ അല്ലേ? ആ ഡെപ്റ്ററിനെ നമ്മൾ മാറ്റും. എന്നിട്ട് ക്യാഷ് വന്നു എന്നുള്ള എൻട്രി നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്യണം ചെക്ക് കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ? നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടിയല്ലേ നിൽക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് കൂടിയല്ലേ നിൽക്കുന്നത്? ക്യാഷ് വന്നു എന്നുള്ള രീതിയിൽ അല്ലേ? ക്യാഷ് വന്നു അല്ലെങ്കിൽ ബാങ്കിലൂടെ ആ പൈസ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ അത് ചെക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യും. അപ്പം നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടി നിൽക്കുകയല്ലേ? അപ്പം നമ്മൾ ബാങ്ക് ബാലൻസ് ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നു, പാസ്ബുക്കിലാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വന്നിട്ടുമില്ല. അപ്പം അതൊരു റീസൺ അല്ലേ ഈ മിസ്മാച്ചിൻ്റെ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൂടി നിൽക്കുന്ന കാരണം നമ്മൾ ഈ ഫിഗർ, ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഫിഗർ നമ്മൾ മൈനസ് ചെയ്യണം. ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, ഇതാണ് ഒരു ടിപ്പ്. അടുത്തത് നെക്സ്റ്റ് വൺ. അടുത്തത് ചെക്ക് ഓർ ബിൽസ് റിസീവബിൾ. ചെക്സ് ഓർ ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് sent to bank but dishonor. ഇതെന്താ സംഭവം?
നമ്മൾ ചെക്കോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ നമുക്ക് ചെക്ക് തരുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഡെപ്റ്റേഴ്സ് ഇത് തരും, ബിൽസ് റിസീവബിൾ, ഡിസ്കൗണ്ട് ചെയ്ത ബിൽസ് റിസീവബിൾ നമുക്ക് തരും. അപ്പോൾ ഈ സംഭവം നമ്മൾ നമ്മുടെ ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലിയറായി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വരും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചേ, അത് ആ ചെക്കോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ എന്തായി, ഡിസോണറായി. ഡിസോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷേ ഇത് കളക്ഷൻ ബാങ്കിലേക്ക് പോയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, അവിടെ അതിയായ ബാലൻസ് ഇല്ലയെന്ന് വന്നുകൊണ്ട് അവിടെ നിന്ന് അത് ഡിസോണറായി, റിജക്റ്റായി വന്നു. അപ്പോൾ നമുക്ക് ആ കാശ് കിട്ടിയോ? ഇല്ല. നമ്മുടെ പാസ്ബുക്കിൽ ആ എമൗണ്ട് കയറിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ഇയാൾ ചെക്ക് തരുമ്പോഴോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ തരുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുകയും ക്യാഷ് വന്നു എന്നുള്ള രീതിയിൽ കാണിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് എന്തായി കയറി നിൽക്കുകയാണ്. പാസ്ബുക്കിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫിഗർ മൈനസ് ചെയ്യണം. സെയിം റേ, അതായത് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ക്ലിയർ ആവാത്ത അതേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ചെക്ക് ഡിസോണർ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ഡിസോണർ ആകുമ്പോഴും വരുന്നത്. അടുത്ത സാധനം, ബാങ്ക് ചാർജസ് ഓർ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് നോട്ട് entered in ക്യാഷ് ബുക്ക്. ഓക്കെ, ഇതെന്താ സംഭവം, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ബാങ്ക് ചാർജസ്, ബാങ്ക് അവർ ചെയ്യുന്ന പലതരം സർവീസസിന് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ചാർജസ് പിടിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ്, അതായത് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ബാങ്ക് അതിൽ നിന്ന് പിടിക്കും. അപ്പോൾ ഇത് ബാങ്കിൽ റിഫ്ലക്റ്റ് ആവും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ SBI ആണെങ്കിൽ SBIയിൽ അവർ ചെയ്തു പോകും. പക്ഷേ ഇത് നമ്മൾ അറിയണമെന്നില്ല, ബിസിനസ് എൻറ്റിറ്റി അറിയണമെന്നില്ല. അപ്പോൾ ബിസിനസ് എൻറ്റിറ്റി അറിഞ്ഞിട്ടില്ലാത്ത പക്ഷം നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് എങ്ങനെയാണ് നിൽക്കുന്നത്, കയറിയല്ലേ നിൽക്കുന്നത്. കാരണം ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് എക്സ്പെൻസിന് തുല്യമാണ്. ഈ ചാർജസും ഇൻട്രസ്റ്റും നമ്മളെ സംബന്ധിച്ച് അത് എക്സ്പെൻസാണ്. സോ അത് എക്സ്പെൻസ് ഓഫ് ചെയ്തിട്ടില്ല എവിടെ, നമ്മുടെ ക്യാഷ് ബുക്കിൽ എക്സ്പെൻസായിട്ട് എഴുതി തള്ളിയിട്ടില്ല, നമ്മൾ അറിയാത്തതുകൊണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ബാലൻസ് കയറിയല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കണം അല്ലേ. അതാണ് അടുത്ത ട്രീറ്റ്മെൻറ്റ്. നോ നെക്സ്റ്റ്, അടുത്ത സാധനം, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് credited by bank not entered in cash book. ഇതെന്താ, നേരെ തിരിച്ച് സംഭവം. അതായത് ഇൻകം ആണ്, ഇൻട്രസ്റ്റോ നമുക്ക് ഡിവിഡൻറ്റോ നമ്മുടെ അക്കൗണ്ടിൽ വന്നു, ബാങ്ക് അക്കൗണ്ടിൽ വന്നു, പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ബാലൻസ് എന്താ, ഇത് ഇൻകം ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് കുറഞ്ഞ് കിടക്കുകയായിരിക്കും. ഇത് കയറിയാലാണ്, നമ്മുടെ ക്യാഷ് ബുക്കിൽ ഈ എമൗണ്ട് കയറിയാലാണല്ലോ നമ്മുടെ ഡെബിറ്റ് ബാലൻസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പം ഡെബിറ്റ് ബാലൻസ് കുറഞ്ഞ് നിൽക്കുന്ന കാരണം ഈ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ക്യാഷ് ബാലൻസ് കുറഞ്ഞ് നിൽക്കുക, അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്താലാണ് നമ്മൾ പാസ്ബുക്ക് ബാലൻസിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ഐറ്റം, ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക്. ബാങ്ക് ഡയറക്റ്റ്ലി എന്തെങ്കിലും പേയ്മെൻറ്റ്സ്, അതായത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ മാസവും ഈ ദിവസത്തിൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ എക്സ്പെൻസ് പേ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ എക്സ്പെൻസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് പേ ചെയ്യാമെന്നും പറഞ്ഞ് നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്. പക്ഷെ നമ്മൾ ബുക്സിൽ അതിൻ്റെ എഫക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ ആ എക്സ്പെൻസ് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും എമൗണ്ട് കൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്ക് കയറി നിൽക്കുകയാണ്. അത് കുറയ്ക്കണമല്ലോ, എക്സ്പെൻസ് ഓഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയ്ക്കണം അല്ലേ. അപ്പോൾ ആ ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് എക്സ്പെൻസ് ഓഫ് ചെയ്തിട്ടില്ല, ആ ഡയറക്റ്റ് പേയ്മെൻറ്റ്സ്. അതാണ് അടുത്ത ട്രീറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ റിവേഴ്സ് സിനാരിയോ വരും. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്തു, പക്ഷെ നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്തില്ല. നമ്മുടെ ഡെപ്റ്റേഴ്സ് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, ബിസിനസ് എൻറ്റിറ്റി അറിഞ്ഞില്ല. അങ്ങനെ വരുമ്പോഴും എന്ത് സംഭവിക്കും, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളത് ആഡ് ചെയ്യണം കേട്ടോ. അത് എഴുതിയേക്കാം, ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ കസ്റ്റമേഴ്സ് ഓർ നമ്മുടെ ഡെപ്റ്റേഴ്സ് അല്ലേ. ഇവിടെ എന്താണ്, ആ ഫിഗർ, അതായത് അതൊരു ഇൻകമാണ്, നമ്മുടെ ക്യാഷ് ബുക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അത് കയറ്റണം, ആ ഇൻകം കയറണം.
നെക്സ്റ്റ് അടുത്തത്, എനി എമൗണ്ട് wrongly credited by bank. ഇതെന്താ സംഭവം? എനി എമൗണ്ട് റോങ്ലി ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ഈ ക്രെഡിറ്റഡ് എന്ന് ഞാൻ എടുത്ത് എംഫസൈസ് ചെയ്ത് പറയാൻ കാരണം, ബാങ്ക് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബാങ്ക് ഒരു ഇൻകം ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്തു അല്ലേ? ബാങ്കിൽ ഇൻകം വരുന്നതായിട്ട് ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റെസീപ്റ്റായിട്ട് അത് കാണിച്ചു. പക്ഷെ നമ്മൾ ബുക്സിൽ അത് വന്നിട്ടില്ല, ആ ഇൻകം കയറിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബാലൻസ് കുറഞ്ഞ് നിൽക്കുകയല്ലേ? അപ്പോൾ അത് കൂട്ടണ്ടേ? ഡെബിറ്റ് ബാലൻസ് കയറണ്ടേ? യെസ്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആഡ് ചെയ്യണം ആ ഫിഗർ. എനി എമൗണ്ട് റോങ്ലി ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, നമ്മുടെ ക്യാഷ് ബാലൻസിൽ ആ ഫിഗർ വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം, ആ ഇൻകം ആഡ് ചെയ്യണം. നെക്സ്റ്റ് അടുത്തത്, എനി എമൗണ്ട് wrongly debited by bank. ബാങ്ക് ഡെബിറ്റ് ചെയ്തു. ഓക്കെ ഫൈൻ. ബാങ്ക് എക്സ്പെൻസ് ഓഫ് ചെയ്ത് കളഞ്ഞു ഒരു സാധനം, നമ്മുടെ ക്യാഷ് ബുക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല, നമ്മളത് ആ എക്സ്പെൻസ് ബുക്ക് ചെയ്തിട്ടില്ല അല്ലേ? അപ്പം ഇത് കുറയണ്ടേ? നമ്മുടെ ക്യാഷ് ബാലൻസ് കുറയണ്ടേ? അപ്പം യെസ്, അപ്പോൾ അത് മൈനസ് ചെയ്യണം ആ ഫിഗർ. ഓക്കെ അപ്പോൾ ഇത്രയും റീസൺസ്, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് യൂഷ്വലി ഈ ക്യാഷ് ബുക്ക് ബാലൻസും നമ്മുടെ പാസ്ബുക്ക് ബാലൻസും നമ്മൾ വേരിയേഷൻസ് വരാറ്. ഇനി ഇതിപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്, ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ട്. ഇനി നമുക്ക് പാസ്ബുക്ക് ബാലൻസ് ആയിരിക്കും തന്നിരിക്കുന്നതെന്ന് വെച്ചു. പാസ്ബുക്കിൽ ഫേവറബിൾ ബാലൻസ് ആണെന്ന് വിചാരിച്ചോ തന്നിരിക്കുന്നത്. നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസിലേക്ക് എത്തണം. അപ്പം പാസ്ബുക്കിലെ ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പോകുന്നത് നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സപ്ലയർക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റർക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത ചെക്ക് അത് അവർ പ്രസൻറ്റ് ചെയ്തിട്ടില്ല ബാങ്കിൽ, അവരുടെ ബാങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് ദാറ്റ് നമ്മുടെ അക്കൗണ്ടിൽ, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോയിട്ടില്ല അല്ലേ? ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല, പക്ഷേ ക്യാഷ് ബുക്കിൽ ഓൾറെഡി അതിൻ്റെ ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞു അല്ലേ? ആ പൈസ അത്രയും പോയതായിട്ട്, ക്യാഷ് ബുക്കിൽ നിന്ന് അത് പോയതായിട്ട് നമ്മൾ അതിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് എന്താ ഇവിടെ? പാസ്ബുക്ക് ബാലൻസ് കയറി നിൽക്കുകയല്ലേ? അത്രയും എമൗണ്ട് കൊണ്ട് പാസ്ബുക്ക് ബാലൻസ് കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പഠിക്കാം. പക്ഷേ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു പോയാലാണ് നമുക്ക് ഇൻഡിവിജ്വലി ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് വേഗം ചെയ്തു പോകാൻ പറ്റും. അടുത്തത്, ചെക്സ് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് യെറ്റ് ക്ലിയർഡ് ഓർ കളക്റ്റഡ് ബൈ ബാങ്ക്. ഇതെന്താ സംഭവം? നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ചെക്കുകളാണ് നമ്മൾ കൊണ്ടുപോയി ക്ലിയറൻസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? പാസ്ബുക്കിലെ സംബന്ധിച്ച് ഇത് ക്ലിയർ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാസ്ബുക്കിൽ ആ ഇൻകം കയറിയിട്ടില്ല അല്ലേ? ഇങ്ങോട്ട് കിട്ടിയ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമുക്ക് റിസീവ് ചെയ്ത എമൗണ്ടിന് തുല്യമാണ്. ചെക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് പാസ്ബുക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല, പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മൾ പൈസ കിട്ടിയെന്നും പറഞ്ഞ് എൻട്രി പോസ്റ്റ് ചെയ്തു അല്ലേ? അപ്പോൾ എന്താണ്? പാസ്ബുക്കിൽ എമൗണ്ട് കയറിയിട്ടില്ല, പക്ഷേ ഇവിടെ ക്യാഷ് ബുക്കിലാണെങ്കിൽ കയറിയിട്ടുണ്ട്. സോ പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞ് നിൽക്കല്ലേ? ആ ക്രെഡിറ്റ്, അതായത് ആ ഇൻകം കയറി നിന്നാലാണല്ലോ ആ ഇൻകം കയറിയിട്ടില്ല. സോ എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ഈ ഫിഗർ നമ്മൾ ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ചെക്ക് ഓർ ബിൽസ് റിസീവബിൾ സെൻഡ് ടു ബാങ്ക് ഡിസ്ഹോണേഡ്. ഇതെന്താ? സെയിം തന്നെ, മുന്നത്തെ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ. നമ്മൾ പാസ്ബുക്ക് ബാലൻസ് എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? പാസ്ബുക്കിൽ ഇതിൻ്റെ എഫക്റ്റ് വന്നിട്ടില്ല, ഈ എമൗണ്ട് കയറിയിട്ടില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ ഈ എമൗണ്ട് കിട്ടി, അല്ലെങ്കിൽ ചെക്കോ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് എമൗണ്ട് പൈസ കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് വേണ്ടി. അപ്പം പാസ്ബുക്ക് ബാലൻസിൻ്റെ ബാലൻസ് എന്താ? ആ എമൗണ്ട് കയറിയിട്ടില്ല അല്ലേ? അത്ര ഇൻകം കയറിയിട്ടില്ല, ക്രെഡിറ്റ് ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ആഡ് ചെയ്യണം ആ ഫിഗർ. അടുത്തത്, ബാങ്ക് ചാർജസ് ഓർ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. ഇവിടെ എന്താ സംഭവം? പാസ്ബുക്കിൽ കയറിയിട്ടുണ്ടോ? ചാർജ്ഡ് ബൈ ദി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, പാസ്ബുക്കിൽ അതിൻ്റെ എഫക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? അത് എക്സ്പെൻസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാങ്കിൽ അത് ഡെബിറ്റ് ആയിട്ടുണ്ട്. ബാങ്കിൽ എന്താ ചെയ്യുന്നത്? അത് ഡെബിറ്റാണോ ക്രെഡിറ്റാണോ? ബാങ്കിൽ അത് ഡെബിറ്റ് ആയിട്ടുണ്ട് അല്ലേ? ബാങ്കിൽ ഡെബിറ്റ് ആയിട്ടുണ്ട് ആ ഫിഗർ, അതായത് അത്ര എമൗണ്ട് കുറഞ്ഞു. ഡെബിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുമെന്ന് പറയും അല്ലേ? അപ്പോൾ
അപ്പോൾ കുറഞ്ഞ് നിൽക്കുകയാണ് പാസ്ബുക്ക് ബാലൻസ്. നമ്മൾ എന്ത് ചെയ്യണം? അതും ആഡ് ബാക്ക് ചെയ്യണം. അടുത്തത് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. പാസ്ബുക്കിൽ വന്നിട്ടുണ്ട്, ആ ഇൻകം കയറിയിട്ടുണ്ട്, അപ്പം പാസ്ബുക്ക് ബാലൻസിൽ ക്രെഡിറ്റ് ബാലൻസ് കയറി നിൽക്കുകയാണ്. നമുക്കത് കുറയ്ക്കണ്ടേ? യെസ്, അത് കുറയ്ക്കണം. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യണം. അടുത്തത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക്. ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് പോയി, പാസ്ബുക്കിൽ പേയ്മെൻറ്റ് പോയോ? പാസ്ബുക്കിൽ അവിടെ ഡെബിറ്റ് വന്നു, അപ്പോൾ ബാലൻസ് അത്രയും കുറഞ്ഞ് നിൽക്കുകയല്ലേ അല്ലേ? യെസ്. ക്യാഷ് ബുക്കിലാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുമില്ല. അപ്പം എന്ത് ചെയ്യണം? പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞ് നിൽക്കുകയാണ്, നമുക്കത് കൂട്ടണം. സോ ആഡ് ബാക്ക്. അടുത്ത ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ ഓർ ഡെപ്റ്റേഴ്സ്. അവിടെ എന്താ സംഭവം? അതൊരു ഇൻകം ആണ് അല്ലേ? പാസ്ബുക്കിലേക്ക് ആ ഇൻകം റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ? യെസ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് കയറി, ബാങ്ക് അക്കൗണ്ടിൽ അത് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ബുക്സിൽ, ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടുണ്ടോ? ബിസിനസ്സിൻ്റെ ബുക്സിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പാസ്ബുക്കിൽ കയറി നിൽക്കുന്നു അല്ലേ? ആ എമൗണ്ട്, ആ ഇൻകം റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് കയറി നിൽക്കുകയാണ്, നമുക്കതിനെ കുറയ്ക്കണം, എങ്കിലാണ് ക്യാഷ് ബുക്കിലേക്ക് എത്തുള്ളൂ. അടുത്തത് എനി എമൗണ്ട് റോങ്ലി ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. എനി എമൗണ്ട് റോങ്ലി ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്. എന്താ സംഭവം? റോങ്ലി ക്രെഡിറ്റഡ് ആണ്. ഇത് ആക്ച്വലി നമ്മൾ റെക്ടിഫിക്കേഷൻ ഒന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മളിത് റെക്ടിഫൈയും ചെയ്യാൻ നിൽക്കണ്ട. ബാങ്ക് പാസ്ബുക്കിൽ എന്താണ് അതിൻ്റെ എഫക്റ്റ് വന്നിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. എന്താ, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് കയറി നിൽക്കുകയല്ലേ അല്ലേ? ആ ക്രെഡിറ്റ് ബാലൻസ് നമ്മൾക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. റോങ്ലി ക്രെഡിറ്റഡ് അല്ലേ, അത് കുറയ്ക്കണം. എനി എമൗണ്ട് റോങ്ലി ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്. എനി എമൗണ്ട് റോങ്ലി ഡെബിറ്റഡ് ബൈ ദ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെബിറ്റ് അവിടെ വന്നിട്ടുണ്ട്. എവിടെ? പാസ്ബുക്കിൽ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഒരു എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് റോങ് ഡെബിറ്റാണ്. പക്ഷെ നമുക്ക് ആ ഡെബിറ്റ് അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഡെബിറ്റ് നള്ളിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് ആഡ് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം അല്ലേ? ആഡ് ബാക്ക് ചെയ്യാന്ന് പറയും, ആഡ് ചെയ്യാന്നല്ല, ആഡ് ബാക്ക് ചെയ്യാം. റോങ്ലി ഡെബിറ്റ് ചെയ്ത് നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. സോ ഇതാണ് ബേസിക്കലി ഇത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പാസ്ബുക്കിലേക്ക് എത്തണമെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടും. ഇനി പാസ്ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഒരു ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ യൂഷ്വലി നമ്മൾ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് ബാലൻസുകൾ നമ്മൾ ടാലി ആക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇതുവരെ വന്ന ഐറ്റംസ് നമുക്ക് ഒരു അൺഫേവറബിൾ ബാലൻസാണ് വന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിനോ പാസ്ബുക്കിനോ അൺഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ OD ബാലൻസ്, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതേ സാധനങ്ങൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓരോന്നും നോക്കിപ്പോകാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറയുന്നത് എന്താ? ക്യാഷ് ബുക്കിന് നെഗറ്റീവ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ബാലൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞേ, ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? അതാദ്യം മനസ്സിലാക്കാം. അപ്പം ഈ അൺഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് തന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതായത് യൂഷ്വലി ഫേവറബിൾ ബാലൻസ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണോ ഒരു ഐറ്റം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആഡ് ചെയ്യാനായിരുന്നു ഫേവറബിൾ ബാലൻസിൽ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ ലെസ് ചെയ്യണം. ആ ഒരു സംഭവമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ഐറ്റം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് കിട്ടിയ ചെക്ക്, ഇങ്ങോട്ട് കിട്ടിയ ചെക്ക് ആണോ? അല്ല, നമ്മൾ അങ്ങോട്ട് ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണ് അല്ലേ? നമ്മൾ ആർക്ക് കൊടുക്കുന്നു? നമ്മുടെ ക്രെഡിറ്റേഴ്സിന് ചെക്ക് ഇഷ്യൂ ചെയ്യണം. അവരത് അവരുടെ ബാങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നാച്ചുറലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് പോയിട്ടില്ല. പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്കിൽ ആ എമൗണ്ട് കുറച്ചില്ലേ? യെസ്. അപ്പോൾ ആ എമൗണ്ട് കുറച്ചു. അപ്പോൾ യൂഷ്വലി ആ എമൗണ്ട് കുറയ്ക്കുക ഇൻ ദ സെൻസ് നമ്മൾ എന്താ ചെയ്യാറ്? ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞല്ലേ നിൽക്കണേ? അൺഫേവറബിൾ ബാലൻസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? നമുക്ക് അത്രയും എമൗണ്ട് നമ്മൾ കുറച്ചു, ക്യാഷ് ബുക്കിൽ കുറച്ചു, ക്യാഷ് ബാലൻസ് കുറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണമായിരുന്നു, ആ ഫിഗർ ആഡ് ബാക്ക് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ അൺഫേവറബിൾ ബാലൻസ് ആയതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. എന്താണ്? മൈനസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അൺഫേവറബിൾ ബാലൻസ് വരുമ്പോൾ ചെയ്തുകൊണ്ട്. അതാണ് ഫസ്റ്റ്. ആദ്യത്തെ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അൺഫേവറബിൾ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് വരുമ്പോൾ ഈസിലി നമുക്ക് ചെയ്തു പോകുന്നു. രണ്ടാമത്തെ ഐറ്റം എന്തായിരുന്നു? ചെക്ക് ഡെപ്പോസിറ്റ്.
ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് അല്ലേ? ഇതെന്താ യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നു? ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, വിച്ച് മീൻസ് നമ്മുടെ ക്യാഷ് ബുക്കിൽ എമൗണ്ട് വന്നതായിട്ട് കാണിച്ചു, എമൗണ്ട് കയറി. പക്ഷേ പാസ്ബുക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല, എമൗണ്ട് കയറിയിട്ടില്ല, ക്യാഷ് ബുക്ക് ബാലൻസ് കയറി നിൽക്കുകയാണ്. അപ്പം അത് കുറയ്ക്കും, അതാണ് യൂഷ്വലി ചെയ്യാറ്. പക്ഷേ ഇത് അൺഫേവറബിൾ ബാലൻസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അല്ലേ, കുറയ്ക്കുന്നതിന് വരെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ സാധനം, ചെക്ക് ഓർ ബിൽസ് റിസീവബിൾ സെൻഡ് ടു ബാങ്ക് ഡിസോണേർഡ്. ഇതെന്താ സംഭവം? അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ, നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ക്ലിയർ ആകാത്ത പോലെ തന്നെ ഇത് കൊടുത്തു, പക്ഷേ ഡിസോണറായി. അപ്പോൾ എന്താ സംഭവം? എന്താ, നമ്മുടെ പാസ്ബുക്കിൽ എമൗണ്ട് കയറിയിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ക്യാഷ് ബുക്കിൽ ആ എമൗണ്ട് കയറിയതായിട്ട് നമ്മൾ കാണിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ഫേവറബിൾ ബാലൻസ് ആയിരുന്നെങ്കിൽ ക്യാഷ് ബുക്ക് ബാലൻസ് കയറി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, കുറയ്ക്കുകയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ കുറയ്ക്കേണ്ട സാധനം നമ്മൾ ലെസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആഡ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ്, അടുത്തത് ബാങ്ക് ചാർജസ് ഓർ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് അല്ലേ? ഇത് എന്താണ്? ചാർജസ് ആണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടില്ല, പക്ഷേ പാസ്ബുക്കിൽ അത് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, പാസ്ബുക്കിൽ അത് ഡെബിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു, ക്യാഷ് ബുക്കിലെ എമൗണ്ട് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ക്യാഷ് ബാലൻസ് കയറി നിൽക്കുവാണ്. ക്യാഷ് ബാലൻസ് അത്രയും കുറയ്ക്കണ്ടേ? യെസ്, കുറയ്ക്കണം. പക്ഷേ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്, അല്ല, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. കുറയ്ക്കേണ്ട അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടണം, ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. ഇതെന്താ സംഭവം? ഇൻകം അല്ലേ? ഇൻകം എവിടെ വന്നിട്ടില്ല, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ആ എമൗണ്ട് അത്രയും കയറ്റണമല്ലോ, ഇൻകം അത്രയും ആഡ് ചെയ്യണമല്ലോ അല്ലേ? പക്ഷേ ഇവിടെ ആഡാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ല, നമ്മൾ ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെസ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ്, അടുത്തത് ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക്. എവിടെ ക്യാഷ് ബുക്കിൽ ഇത് വന്നിട്ടുണ്ടോ? ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇത് ക്യാഷ് ബുക്കിൽ കുറയേണ്ട സംഭവമായിരുന്നു. അപ്പോൾ ക്യാഷ് ബുക്കിൽ കുറഞ്ഞിട്ടില്ല, ബാങ്കിൽ വന്നിട്ടുണ്ട്, പക്ഷേ ക്യാഷ് ബുക്കിൽ നമ്മളത് കുറച്ചിട്ടില്ല. അത് കുറയ്ക്കണമായിരുന്നു, പക്ഷേ ആക്ച്വലി ഫേവറബിൾ ബാലൻസ് ആയിരുന്നെങ്കിൽ അത് കുറയ്ക്കണമായിരുന്നു അല്ലേ? അതാണ് സംഭവം ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണം. നെക്സ്റ്റ്, അടുത്ത ഐറ്റം, ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ കസ്റ്റമർ ടു ബാങ്ക്. അപ്പോൾ ഇത് ക്യാഷ് ബുക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇതെന്താ സംഭവം? ഇങ്ങോട്ട് കിട്ടേണ്ടതായിരുന്നു. പേയ്മെൻറ്റ് ബൈ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇങ്ങോട്ട് തരുന്ന എമൗണ്ടാണ്. ആ ഇൻകം ആയിരുന്നു, ക്യാഷ് ബുക്കിൽ കയറിയിട്ടില്ല. അപ്പോൾ ആ ഇൻകം ക്യാഷ് ബുക്കിൽ കയറണമായിരുന്നല്ലോ. അപ്പം എന്താണ് യൂഷ്വലി നമ്മൾ ചെയ്യേണ്ടത്? ഇത് ആഡ് ബാക്ക് ചെയ്യണമായിരുന്നു, അല്ല, ആഡ് ചെയ്യണമായിരുന്നു ഈ ഫിഗർ അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ്, എന്താ അത്, ലെസ് ചെയ്യണം അല്ലേ? ഇനി അടുത്ത എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? wrong amount credited by bank. ബാങ്കിൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തു, ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻകം അല്ലേ? ആ ഇൻകം എവിടെ കയറിയിട്ടില്ല, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഇൻകം ക്യാഷ് ബുക്കിൽ നമ്മൾക്ക് കാണിക്കേണ്ടായിരുന്നു. ക്യാഷ് ബുക്കിൽ ബാലൻസിൽ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാഷ് ബുക്ക് ബാലൻസിൽ എന്താ ചെയ്യേണ്ടത്, ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യണമായിരുന്നു അല്ലേ? അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ യൂഷ്വലി നമ്മൾ ആഡ് ചെയ്യായിരുന്നു ചെയ്യേണ്ടത്.
പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ബോഡി ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേ? യെസ്, ലെസ് ചെയ്യണം. അടുത്തത് റോങ് എമൗണ്ട് ഡെബിറ്റഡ് ബൈ ബാങ്ക്. റോങ് എമൗണ്ട് ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ എക്സ്പെൻസ്, അതൊരു എക്സ്പെൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ക്യാഷ് ബുക്കിൽ അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടില്ല, അപ്പോൾ അത്രയും എമൗണ്ട് കുറഞ്ഞിട്ടില്ല അല്ലേ? ക്യാഷ് ബുക്കിൽ അത്രയും എമൗണ്ട് നമ്മൾ കുറയ്ക്കണമായിരുന്നു, പക്ഷേ കുറഞ്ഞില്ല. ക്യാഷ് ബുക്ക് അത്രയും എമൗണ്ട് കൊണ്ട് കയറി നിൽക്കുകയാണ്. സോ യൂഷ്വലി എന്താ ചെയ്യേണ്ടേ? നമ്മൾ ലെസ്സാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ് ആഡ് ചെയ്യണം. ലെസ് ചെയ്യേണ്ട അടുത്ത് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് യൂഷ്വലി വരുന്ന ട്രീറ്റ്മെൻറ്റ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. ഇനി നമുക്ക് എന്ത് നോക്കാം? പാസ്ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി പാസ്ബുക്കിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെബിറ്റാണോ ക്രെഡിറ്റാണോ? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഭവം നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് നമ്മൾ കൊടുത്തു, പക്ഷേ അവിടെ പ്രസൻറ്റ് ആയിട്ടില്ല. വിച്ച് മീൻസ് ദാറ്റ് പാസ്ബുക്കിലെ ആ ഫിഗർ വന്നിട്ടില്ല അല്ലേ? പാസ്ബുക്കിൽ ആ എമൗണ്ട് കുറച്ചിട്ടില്ല, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് പോയിട്ടില്ല, പക്ഷെ നമ്മൾ ക്യാഷ് ബുക്കിൽ പൈസ കുറച്ച് പോയതായിട്ട് നമ്മൾ കാണിക്കുകയും ചെയ്തു. സോ പാസ്ബുക്ക് ബാലൻസ് കയറി നിൽക്കുകയാണ്. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് നമ്മൾ കുറയ്ക്കണം, എങ്കിലാണ് ക്യാഷ് ബുക്കിലേക്ക് എത്തുള്ളൂ. പാസ്ബുക്ക് ബാലൻസ് നമ്മൾ കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടേ? എന്ത് ഫേവറബിൾ ബാലൻസ് ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. പക്ഷേ ഇതെന്താ? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലേ? ആഡ് ചെയ്യേണ്ടടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടേ? പ്ലസ് ചെയ്യണം അല്ലേ? ഓക്കെ, അടുത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. എവിടെ? ബാങ്കിൽ. പാസ്ബുക്കിൽ ക്രെഡിറ്റ് ആയിട്ടില്ല എമൗണ്ട്, ഇൻകം കയറിയിട്ടില്ല, ആ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ല, എമൗണ്ട് കയറിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇവിടെ ക്യാഷ് ബുക്കിൽ ആ ഇൻകം വന്നതായിട്ട് നമ്മൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പാസ്ബുക്ക് ബാലൻസിൽ കുറഞ്ഞ് നിൽക്കുന്നു. പാസ്ബുക്ക് ബാലൻസ് അപ്പോൾ കൂട്ടണ്ടേ? പാസ്ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യെസ്, പാസ്ബുക്ക് ബാലൻസ് കൂട്ടുക ചെയ്യണ്ടേ? അപ്പോൾ അത് ആഡ് അല്ലേ ചെയ്യണ്ടേ? പക്ഷേ ഇത് അങ്ങനെയാണോ? അല്ല. ഓഡി ബാലൻസ് ആയതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ലെസ് ചെയ്യണം. ചെക്ക് ഓർ ബിൽസ് റിസീവബിൾ ഇഷ്യൂഡ് സെൻഡ് ടു ബാങ്ക്. ഡിസോണറായി. ഇതേപോലെ തന്നെ ഡിസോണർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ബുക്കിൽ ആ എമൗണ്ട് വന്നിട്ടുണ്ടോ? എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, കയറിയിട്ടില്ല. അതും ഇൻകം അല്ലേ? സോ അത് ഡിസോണർ ആയില്ലായിരുന്നെങ്കിൽ ആ ഫിഗർ ഇൻകം കയറിയേനെ, പക്ഷെ അത് ക്രെഡിറ്റ് ആയിട്ടില്ല. വിച്ച് മീൻസ് പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് കയറ്റണ്ടേ? യെസ്, കയറ്റുന്നതിന് നമ്മൾ എന്താ? ആഡ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ ആഡാണോ ചെയ്യണ്ടേ? അല്ല, ഇവിടെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റാണ്. നെഗറ്റീവ്, ലെസ് ചെയ്യണം അല്ലേ? അടുത്തത് ബാങ്ക് ചാർജസ് ഓർ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. ചാർജസ് ഓർ ഇൻട്രസ്റ്റ് ചാർജ്ഡ് എക്സ്പെൻസ് എവിടെ വന്നു? പാസ്ബുക്കിൽ ഡെബിറ്റായി. പാസ്ബുക്കിൽ ഡെബിറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ബുക്കിൽ അത്രയും എമൗണ്ട് കുറച്ചു, നമ്മുടെ ബാലൻസ് അത്രയും കുറഞ്ഞു, പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞു. ഈ ചാർജസ് ഡെബിറ്റ് ചെയ്ത കാരണം നമ്മുടെ ബാലൻസ് കുറഞ്ഞു. എവിടെ? പാസ്ബുക്കിൽ. പക്ഷേ ക്യാഷ് ബുക്കിൽ ബാലൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന ബാലൻസ് നമ്മൾ കൂട്ടണ്ടേ? യെസ്, അത് കൂട്ടുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആഡ് ബാക്ക് ചെയ്യുക. ആ എക്സ്പെൻസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാന്ന് പറയും അല്ലേ? പക്ഷേ ഇവിടെ എന്താ? ആഡ് ബാക്ക് ആണോ ചെയ്യേണ്ടത്? അല്ല, നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, അടുത്ത് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എൻറ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ബാങ്കിൽ അല്ലെങ്കിൽ പാസ്ബുക്കിൽ എന്ത് സംഭവിച്ചു? ആ ഇൻകം ക്രെഡിറ്റായി. പാസ്ബുക്ക് ബാലൻസ് അപ്പം എന്താ? കയറിയല്ലേ നിൽക്കുന്നത്? പാസ്ബുക്ക് ബാലൻസ് കയറി നിൽക്കുന്നു, ക്യാഷ് ബുക്ക് ബാലൻസ് കുറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പാസ്ബുക്ക് ബാലൻസ് നമ്മൾ കയറി നിൽക്കുമ്പോൾ അത് കുറയ്ക്കണ്ടേ? യൂഷ്വലി നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ? ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുന്നു? അത് ആഡ് ചെയ്യുന്നു അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അടുത്ത എന്താ ഐറ്റം? ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക്. ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ആ പേയ്മെൻറ്റ് പോയി, അവർ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്ബുക്ക് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകയല്ലേ ചെയ്യണ്ടേ? യൂഷ്വലി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താ? ബോഡി ബാലൻസ് ആയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ്, മൈനസ് ചെയ്യണം. അടുത്ത ഡയറക്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ ടു ബാങ്ക്.
കസ്റ്റമർ ടു ബാങ്ക്. അപ്പോൾ ബാങ്കിലേക്ക് പൈസ ഇടുകയാണ് ചെയ്തത് കസ്റ്റമർ. അപ്പോൾ അത്രയും എമൗണ്ട് പാസ് ബുക്ക് ബാലൻസ് കയറി നിൽക്കുകയാണ്. പാസ് ബുക്ക് ബാലൻസ് കയറി നിൽക്കുമ്പോൾ നമ്മളെന്ത് അത് കുറയ്ക്കണ്ടേ, എങ്കിലാണ് ക്യാഷ് ബുക്ക് ബാലൻസ് ആയിട്ട് മാച്ച് ആവുള്ളൂ. അപ്പോൾ കയറി നിൽക്കുന്ന ബാലൻസ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യണത് യൂഷ്വലി, അല്ലേ? പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. റോങ് എമൗണ്ട് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. ബാങ്കിൽ റോങ് എമൗണ്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ഇൻകം ഞാനവിടെ പോസ്റ്റ് ചെയ്യും. എവിടെ പാസ്ബുക്കിലൊരു റോങ് ഇൻകം വന്നിട്ടുണ്ട്, പാസ് ബാലൻസ് കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് യൂഷ്വലി. പക്ഷേ ഇവിടെ എന്താ സംഭവം, നമ്മൾ ആഡ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻ്റ് അല്ലേ എടുക്കുന്നത്? യെസ്. അടുത്ത റോങ് എമൗണ്ട് ഡെബിറ്റഡ് ബൈ ബാങ്ക്. പാസ് ബാലൻസ് എന്ത് സംഭവിച്ചു, കുറഞ്ഞു അത്രയും എമൗണ്ട് കൊണ്ട്, അല്ലേ? ഡെബിറ്റ് ചെയ്തു, ബാങ്ക് ഡെബിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് കുറയുകയാണ്. ബാലൻസ് കുറഞ്ഞു. അപ്പം ബാലൻസ് കുറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മളത് കൂട്ടുകയല്ലേ ചെയ്യേണ്ടത് യൂഷ്വലി. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യണം, നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇതാണ് യൂഷ്വലി വരുന്നത്. അപ്പം യൂഷ്വലി ട്രീറ്റ്മെൻറ്റ്സ് ഇങ്ങനെയാണ് ഇതിൽ വരേണ്ടത്. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും ഫൈനലി? ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, എന്തിലേക്ക് എത്തണം? ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലേക്ക് എത്തണം, അല്ലേ? ഇവിടെയും എന്ത് സംഭവിക്കും, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ എത്തും. സോ ഇതാണ് ബേസിക്കലി ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? സോ നമുക്കിന്ന് ഇതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ, കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.